നമുക്കിന്ന് ക്ലേ വെച്ചിട്ടൊരു പെയിൻറ്റിങ് പാലറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ക്ലേ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുന്നതിന് മുന്നിലായിട്ട് ഒരു ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല നീറ്റിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നീറ്റിൽ പരത്തിയാൽ മാത്രം പോരാ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കും വേണം. അപ്പോൾ എന്തെങ്കിലും അടപ്പാനായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ പേപ്പർ കട്ടർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്കിംഗ് കണ്ടപ്പോൾ നമ്മൾ എന്ത് തീമിലാണ് ഈ ഒരു പാലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. നമ്മൾ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ചുരണ്ടി എടുത്താൽ മതി. നമ്മൾ JCB വന്ന പോലൊക്കെ മതിയെങ്കിൽ അതിൻ്റെ അടി കാണും, അപ്പം അത് വർക്കാവില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബഡ്സിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രാക്ക് പോലൊക്കെ തോന്നുന്നിടത്തൊക്കെ ജസ്റ്റ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ദിവസം മുഴുവനും ഡ്രൈ ആക്കാൻ വെക്കാം, എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ യെല്ലോ വൈറ്റ് തീമിൽ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലെമൺ തീമിലുള്ള രീതി കിട്ടിയിട്ടില്ലേ? ഇനി വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിംഗ് പാലറ്റ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.